എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയപ്പോ സ്വഹാബത്ത് പറഞ്ഞ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്റും പറഞ്ഞുകൊണ്ടാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് ഇറങ്ങിപ്പോയത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദിക്ർ പറ. 3 അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ അനുസരിക്ക്, അള്ളാഹുവിനെ വഴിപ്പെട്, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്, അള്ളാഹു പറയുന്നത് നീ അനുസരിക്ക്, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താ ഉള്ളത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്ക്. അല്ല ഉണ്ടെന്നുള്ള ബോധം പോലും ഇന്ന് ഈ ഉമ്മത്തിനുണ്ടോ? അല്ല ഉണ്ടോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു സഹായിക്കണമെന്ന് പറഞ്ഞു തല ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ എന്ത് ഇഖ്ലാസ സഹോദരാവുള്ള? ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ പറയാനുണ്ടോ എനിക്ക് നിങ്ങൾക്കും? ഈ ഉമ്മത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അത് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഈ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.